ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സവിത മധു. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കിഡു ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ. എന്താണെന്നറിയാമോ? അടപ്പായസം. എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മളെ മലയാളികളെ പോലെ വേറുള്ള ലാംഗ്വേജുകാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെയും ചോദിക്കും അടപ്പായസം. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. നമ്മൾ ഓണത്തിന് അടപ്പായസം ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറുള്ള ലാംഗ്വേജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഓണം എന്നാന്ന് അറിയാനല്ല, ഈ അടപ്പായസം എന്ന് കിട്ടുമെന്ന് അറിയട്ടെ. അപ്പം നമ്മളെ മലയാളികളെ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള, എല്ലാവർക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ അടപ്പായസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് അടപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഒരു കവർ അടയിലെ പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കവർ അടയ്ക്ക് ഒരു തേങ്ങയുടെ കണക്ക്. ഞാനൊരു വലിയ തേങ്ങ എടുത്തിരിക്കുന്നത്. ഞാൻ വെറും തേങ്ങാപ്പാലിൽ മാത്രമാണ് ഈ അടപ്പായസം ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടൻസ് മിൽക്കോ കൗ മിൽക്കോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. വേറെ ഒരു പാലും ഞാനിതിൽ ചേർക്കുന്നില്ല. തേങ്ങാപ്പാലിൽ മാത്രമാണ്. തേങ്ങാപ്പാലിൽ മാത്രം ഭയങ്കര ടേസ്റ്റായിട്ടോ. തേങ്ങാപ്പാലിൽ മാത്രം. ഞാൻ കൗ മിൽക്കും കണ്ടൻസ് മിൽക്കും ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിൽ മാത്രമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അടപ്പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അടപ്പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കവർ അടയാണ് എടുത്തിരിക്കുന്നത്. NSൻ്റെ റൈസ് അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു കവർ അടയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം അടപ്പായസം ഉണ്ടാക്കാം. എങ്ങനെയാണ് നോക്കാം അടപ്പായസം ഉണ്ടാക്കുന്നത്. അടപ്പായസം തയ്യാറാക്കാനായിട്ടുള്ള തേങ്ങയാണ് ഞാൻ തിരികെ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു കവർ അടയ്ക്ക് ഒരു തേങ്ങയാണ്. ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് പാല് നമുക്ക് അത് എടുത്തിട്ട് വരാം. തേങ്ങയുടെ ഫസ്റ്റും സെക്കൻഡും പാലുകളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടപ്പായസത്തിനുള്ള തേങ്ങാപ്പാൽ റെഡിയായിട്ടുണ്ട്. ഇനി അടയൊന്ന് നമുക്ക് 2 മിനിറ്റ് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം ചൂടായിരുന്നപ്പോൾ ഞാൻ അതിലേക്ക് അട ഇട്ട് കൊടുത്തു. 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അട ഒത്തിരി കട്ടിയുള്ളതല്ലേ, ഒന്ന് സ്മൂത്ത് ആവാനായിട്ടാണ്. അപ്പോൾ അട ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ചവ്വരി കാച്ചാനായിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. ഈ അളവിലാണ് ചവ്വരി എടുത്തിട്ടുള്ളത്. ചവ്വരി നല്ലതുപോലെ തിളച്ച് വേവണം കേട്ടോ. അടുത്തത് ശർക്കര ഉരുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. നല്ലതുപോലെ കട്ടയെല്ലാം നല്ലതുപോലെ ഉരുകി വരണം കേട്ടോ. ശർക്കര നല്ലതുപോലെ ഒരു കവർ അടയ്ക്ക് 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അടപ്പായസം ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. കുറച്ച് നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അട അതിലിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. നെയ്യ് നല്ലതുപോലെ വഴന്നു വന്നപ്പോഴത്തേക്കും തേങ്ങയുടെ സെക്കൻഡ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ചവ്വരി കാച്ചി വെച്ചിരുന്ന ചവ്വരിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അടയും സെക്കൻഡ് പാലും ചവ്വരിയും ഒക്കെ നല്ലതുപോലെ തിളച്ച് വെന്തുകൊണ്ട് കിടന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു. ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് തേങ്ങയുടെ ഫസ്റ്റ് പാലും 2 സ്പൂൺ പഞ്ചസാരയും ശകലം ഉപ്പും കൂടി ഇത്തിരി ഉപ്പ് കൂടി അതിലിട്ടിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് അടപ്പായസത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ. അതിനുശേഷം കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം കൂടി അതിലിട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം വറുത്തത് പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് ഏലക്ക, ഒരു 7-8 ഏലക്ക ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ചുക്ക് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ശരിക്കും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങയുടെ കൊത്തൊക്കെ ശരിക്കുണ്ട്. അപ്പോഴെൻ്റെ ഈ ടേസ്റ്റി ആയിട്ടുള്ള അടപ്പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്, എനിക്കറിയാത്. ഇത് ഒരു സത്യം ഞാൻ പറയാം കേട്ടോ. ഈ അടപ്പായസം ഉണ്ടാക്കിയത് ഞാനല്ല, മധുവേട്ടനാണ്. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിന്ന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഐഡിയ മൊത്തം മധുവേട്ടൻ്റെതാണ്. അപ്പോൾ ഈ വീഡിയോ, അടപ്പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ അടപ്പായസത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ ബൈ.